14 കുടുംബങ്ങൾക്ക് കൂടി സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപ വീതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചത്. നഷ്ടപരിഹാര പാക്കേജിൽ നിന്ന് പുറത്തുപോയതിനാൽ 1 മാസത്തോളമായി ദുരന്തബാധിതർ സമരത്തിലായിരുന്നു. ഓണത്തിന് മുൻപ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്ന ഉറപ്പിന്മേൽ കഴിഞ്ഞ ദിവസമാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നായിരുന്നു അടിമാലിയിൽ മണ്ണിടിഞ്ഞ് 9 വീടുകൾ പൂർണ്ണമായി തകർന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ മണ്ണിടിച്ചിലായിരുന്നു ദുരന്തത്തിന് കാരണം. വീട് നഷ്ടമായവർക്ക് ഇൻഷുറൻസ് തുക നൽകാൻ നിർമ്മാണ കമ്പനിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആ തുക ലഭിക്കാതായതോടെയാണ് ദുരന്തബാധിതർ സമരം തുടങ്ങിയത്. 51 ദിവസത്തിന് ശേഷമാണ് ഇവർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓണത്തിന് മുൻപ് അർഹമായ തുക ലഭിച്ചില്ലെങ്കിൽ സമരം വീണ്ടും തുടങ്ങുമെന്ന് സമരസമിതി വ്യക്തമാക്കിയിരുന്നു. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലയളവിൽ ആയങ്കി ഈ ഫ്ളാറ്റിലാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾക്ക് ഒളിത്താവളമൊരുക്കാൻ സഹായിച്ച സുഹൃത്തുക്കളായ ഇസ്മായിൽ, സൗദ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി